ഹലോ ചെലഗുഡീസ്, ബ്രൊമാൻസ് അത്യാവശ്യം നല്ല എന്റർടൈനിങ് ആയിട്ടുള്ള മൂവി. സ്റ്റോറിയിലെ ലോജിക്കും കാര്യങ്ങളൊക്കെ സൈഡിലോട്ട് മാറ്റി വെച്ച് കുറച്ച് സിറ്റുവേഷൻ കോമഡീസ് ഒക്കെ കണ്ട് എൻജോയ് ചെയ്യാനാണെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് ഇട്ടോ, വർത്താണ്. അതിന്റെ ഇതിൽ ഒരുപാട് കാസ്റ്റ് ഉണ്ട്. അതിൽ എടുത്തു പറയുന്ന 3 പേരാണ് അർജുന അശോകൻ, മഹിമ നമ്പ്യാർ ആൻഡ് സംഗീത്. അർജുന അശോകനൊക്കെ വേറെ ലെവൽ എനർജിയാണ്, എസ്പെഷ്യലി ഇതിന്റെ സെക്കൻഡ് ഹാഫ് വരുമ്പോൾ. ലൈക്ക് പേഴ്സണലി എനിക്ക് ഇതിന്റെ ഫസ്റ്റ് ഹാഫിനേക്കാളും സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടെ ഹൈ ആയിട്ട് എന്റർടൈനിങ് ആയിട്ട് നിന്ന പോലെ തോന്നിയത്. പിന്നെ സംഗീതം, നമ്മുടെ അമൽ ദേവി സ്റ്റാർട്ട് ടു എൻഡ് അന്യായ പെർഫോമൻസ് ആയിരുന്നു. നല്ല കിടിലമായിട്ട് ആൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് പൊളിച്ചടിക്കിട്ടുണ്ട്. പിന്നെ മഹിമ നമ്പ്യാർ, പുള്ളിക്കാരത്തേക്ക് പറ്റിയ റോള് തന്നെയായിരുന്നു ഇത്. പുള്ളിക്കാരുടെ കാസർഗോഡ് സ്ലാങ് വെച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. നല്ല കിടിലമായിട്ടുണ്ടായിരുന്നു ആൻഡ് ഫൺ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവര് കൂടാതെ കലാപൻ ഷാജോൺ, ഷ്യാം മോഹൻ ആൻഡ് മാത്യൂസ്, അങ്ങനെ ഒരുപാട് പേര് ഇതിലുണ്ടായിരുന്നു. അതിൽ മാത്യു തോമസിന്റെ മാത്രം ക്യാരക്ടർ കുറച്ച് ഓവറായിട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തു, ചില പോർഷൻസിൽ മാത്രം. അതുപോലെ തന്നെ അത് ചില പോർഷൻസിൽ അത് ആപ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ടത് ഗോവിന്ദ് ബസന്തയുടെ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് മ്യൂസിക് ആയിരുന്നു. ആ പടത്തിന് പറ്റിയിട്ടുള്ള ഒരു വൈബ് ഐറ്റം തന്നെയായിരുന്നു അത്. ദെൻ നെഗറ്റീവ് പറയാനാണെങ്കിൽ പടത്തിൽ ഒരുപാടുണ്ട് പറയാൻ, ബട്ട് ഇതിനത് നോക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. ബിക്കോസ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, സ്റ്റോറി ലൈനിന്റെ ലോജിക്കും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളത് മാത്രം ഇതിനെ പോയാൽ മതി. അതും അത്രയ്ക്ക് ഓർത്തോർത്ത് ചിരിക്കാൻ പറ്റിയ കോമഡി ഒന്നുമല്ല. കുറച്ച് സിറ്റുവേഷൻസ് കോമഡീസ് ഒക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ. ഞാൻ എന്തായാലും തിയേറ്ററിൽ എൻജോയ് ചെയ്ത് തന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. സോ നിങ്ങൾ തന്നെ കണ്ടിട്ട് വന്ന് അഭിപ്രായം പറയാം. ബൈ.